സ്നേഹാർദ്രം. നീ നോക്കിക്കോ, ഞാൻ അവൾക്ക് വല്ല വിഷവും കൊടുത്തു കൊല്ലും. പല്ല് കടിച്ച് ഞാൻ പറഞ്ഞു. ആഹാ, എന്തൊരു ചേർച്ച! കെട്ടിയോൻ നാട്ടുകാരുടെ കയ്യും കാലും തല്ലിയൊടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഭാര്യതയെ വിഷം കൊടുത്തു കൊന്നു സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരുങ്ങുന്നു. അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് പരസ്പരം പ്രകടിപ്പിച്ചാൽ പോരെ? എന്തിനാ നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറുന്നേ? അതിന് എനിക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ രേവുവിനെ ചെറഞ്ഞൊന്ന് നോക്കി. ഓ, നമ്മളൊന്നും പറഞ്ഞില്ലേ? നീ എന്നെ നോക്കിക്കൊല്ലണ്ട. രേവു അതും പറഞ്ഞ് കൈകൂപ്പി. സാരി എടുക്കൽ മഹാമഹം എങ്ങും എത്താതെ അവസാനിച്ചു. ഒരാൾ എടുക്കുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. ആദ്യം ഉത്സാഹത്തോടെ നിന്ന വിഷ്ണുവേട്ടൻ പോലും പിന്നെ ഒരിടത്ത് പോയി വിഷമിച്ചിരിക്കുന്നു കണ്ടു. നാളെ കുറെ പുതിയ സ്റ്റോക്ക് വരുമെന്ന് അപർണ പറഞ്ഞതോടെ ഞങ്ങൾ വീണ്ടും വരാം എന്ന് ഉറപ്പിച്ചു പിരിഞ്ഞു. പോകാൻ നേരവും അപർണ എന്നോട് നാളെ വീണ്ടും കാണാം എന്ന് പറഞ്ഞു. ഞാൻ മുഖം കുനിച്ചു. അവളെ കാണുമ്പോഴെല്ലാം ഞാൻ ഒറ്റയാന് പറ്റിയ പൊണ്ടാട്ടിയായി മാറുന്നുണ്ടായിരുന്നു. കാറിൽ കയറി കഴിഞ്ഞാണ് നിരഞ്ജനെ കൂടി കണ്ടിട്ട് പോകാം എന്ന് ഏട്ടൻ പറഞ്ഞത്. നിരഞ്ജൻ ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ? ഇന്നലെ ഡിസ്ചാർജ് ആയി. നിരഞ്ജനാണ് പറഞ്ഞത്. ഞങ്ങൾ 6 പാക്കിന്റെ ഫ്ലാറ്റിൽ ചെന്നു. ആഡംബര ഫ്ലാറ്റ് ആയിരുന്നു അത്. രേവുവിന് ആ ഫ്ലാറ്റ് ഒരു അത്ഭുതമായിരുന്നു. വിടർന്ന കണ്ണുകളോടെ അവൾ ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ 6 പാക്ക് കണ്ണടച്ച് കിടക്കുവാണ്. മുഖത്തെ നീരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പാക്കിന്റെ അച്ഛനും അമ്മയും എവിടെയോ പോയിരിക്കുവാണ്. ഞങ്ങൾ പാക്കിനെ തന്നെ നോക്കുവായിരുന്നു. കഷ്ടം തോന്നി. വല്ലാത്ത ചെയ്ത്തായിപ്പോയി. പെട്ടെന്നാണ് ഏട്ടൻ ഫോൺ വന്നത്. ഏട്ടൻ അതും പിടിച്ച് പുറത്തേക്ക് പോയി. പിറകെ നാത്തൂനും. ഞാനും രേവും പാക്കും മാത്രമായി മുറിയിൽ. ഉറങ്ങുവാണോ ബോധം കെട്ട് കിടക്കുവാണോ ആർക്കറിയാം. പാക്കിന്റെ മുഖത്തിനടുത്ത് നിന്നാണ് രേവുവിന്റെ ഉറക്കിയുള്ള ആത്മഗതം. പാക്ക് ഞെട്ടി കണ്ണു തുറന്നു. ആദ്യം കണ്ടത് രേവുവിനെയാ. നീ എന്താ? എനിക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ ശേഷിയില്ലെന്ന് കണ്ടിട്ടാണോ നീ എന്റെ വീട്ടിലേക്ക് കെട്ടിയെടുത്തേ? സത്യം പറയാലോ, നിങ്ങളുടെ നാക്ക് മുറിച്ച് കളയാതെ ഈ ശരീരം ഗതി പിടിക്കില്ല. പിന്നെ നിന്റെ കാമോൻ പിന്നെ ഭയങ്കര മര്യാദയല്ലേ? അല്ല, അവനെവിടെ? പുറത്തെങ്ങാനും ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും, കള്ളപ്പന്നി. ഇനി നീ ഇവിടെ ഇറങ്ങിപ്പോകുന്നതിന്റെ പുറകെ അവൻ കയറി വരും സുഖം അന്വേഷിക്കാൻ. നിങ്ങളും കുറെ ഉരുട്ടിക്കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് നാണമില്ലേ മനുഷ്യ ഇങ്ങനെ നിന്ന് തല്ലുകൊള്ളാൻ? ഞാനേ അവനെ പോലെ തല്ലുകൊള്ളിയല്ല. ഈ ഉരുട്ടിക്കയറ്റി വെക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് അറിയൂ. ഉവ്വ്, ഇനി അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിച്ചോ. അല്ല, നീ എന്തിനാ ഇപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ഞാൻ ചത്തോ എന്ന് അറിയാൻ അവൻ പറഞ്ഞു വിട്ടതാണോ? എന്നെ ആരും പറഞ്ഞു വിട്ടതല്ല, സഹതാപം തോന്നി വന്നേ ഉള്ളൂ. ഞാൻ രണ്ടുപേരുടെയും തർക്കം സൗദം നോക്കി നിൽക്കുവായിരുന്നു. അപ്പോഴാണ് പാക്ക് എന്നെ കണ്ടത്. ആ ഭദ്രയോ, വരൂ. രേവുവിനൊന്ന് നോക്കിയിട്ട് ഞാൻ മുന്നോട്ട് ചെന്നു. കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവളുമായിട്ട് കൂട്ടുകെട്ടൊന്നും വേണ്ടെന്ന്? അത് പിന്നെ അവള് പാവമാ ചേട്ടാ, ഞാൻ വിക്കി പറഞ്ഞു. പിന്നെ ഒരു പാവം. ഒന്ന് പോകൊച്ചേ, ഇതേ ഇവളും അവനും കൂടിയുള്ള ഒത്തുകളിയാ. ഒരു ദിവസം ഞാൻ അവനിട്ടൊരു പണി കൊടുക്കും. നിങ്ങൾ ആദ്യം ഈ കാട്ടിൽ നിന്നൊന്ന് എണീക്കാൻ നോക്ക്. രേവുവാണ്. എന്തിനാ? നിന്റെ കാമുകന്റെ കൈതരിപ്പ് തീർക്കാനാ. അപ്പോഴാണ് ഏട്ടൻ അവിടേക്ക് വന്നത്. കാമുകനോ? ആരുടെ കാമുകൻ? രേവുവിന്റെ മുഖത്ത് നോക്കിയാണ് ചോദിച്ചത്. അത് അളിയൻ അറിയില്ലേ? ആ സാറില്ലേ, എന്താ അവന്റെ പേര്? ഒറ്റയാനോ മതിയാനോ? ആ, അവന്റെ ഈ രേവുവിന്റെ ലവ്വറാ. ഞാന് രേവു അന്തം വിട്ട് പരസ്പരം നോക്കി. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആദ്യമായി അനുഭവിച്ചറിഞ്ഞു. ഏട്ടന്റെ മുഖത്ത് നോക്കാൻ തന്നെ ഭയം തോന്നി. കുറ്റവാളികളെ പോലെ രണ്ടാളും തലകുമ്പിട്ട് ഏട്ടന്റെ മുമ്പിൽ നിന്നു. ഒരു ചോദ്യം ചെയ്യൽ പ്രതീക്ഷിച്ചതാണ്, അതുണ്ടായില്ല. വാ പോകാം. കടുപ്പത്തിൽ അങ്ങനെ പറഞ്ഞ് ഏട്ടൻ നടന്നു. ഒന്ന് സംശയിച്ചിട്ട് ഞങ്ങളും. കാര്യം മനസ്സിലാവാതെ പാക്ക് അന്തം വിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കാറിലിരുന്ന് അത്രയും സമയവും ഏട്ടൻ ഒന്നും ചോദിച്ചില്ല. രേവുവിനെ അവളുടെ വീട്ടിലാക്കി ഞങ്ങൾ വീട്ടിലെത്തി. മുറിയിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു ഞാൻ. അച്ഛനും അമ്മയും ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ടായിരുന്നു. മുറിയിലേക്ക് നടന്നതും ഏട്ടൻ ഭദ്രയെന്ന് വിളിച്ചു. ഒരു നിമിഷം ഞാൻ തറഞ്ഞു നിന്നു. പതുക്കെ തിരിഞ്ഞ് ഏട്ടനെ നോക്കി. ഏട്ടൻ നിന്ന് വിറക്കുകയാണ്. അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകളിൽ സംശയം കണ്ടു. ഞാൻ കേട്ടത് ശരിയാണോ? ഏട്ടാ, അത് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. വാക്കുകൾ എന്നിൽ നിന്ന് ഓടി ഒളിച്ച പോലെ തോന്നി. സത്യം പറഞ്ഞാൽ മതി, ഇനിയും കള്ളം മെനയണ്ട. എന്താ മോനെ, എന്താ കാര്യം? അച്ഛനാണ്. കാര്യമൊക്കെ ദേ അച്ഛന്റെ ചക്കരെ പറഞ്ഞു തരും.
അവളുടെ കൂട്ടുകാരി ആ ഒറ്റയാനോട് പ്രേമം, ഇവളാണ് കൂട്ടു നിൽക്കുന്നത്. നീ ഒന്ന് അടങ്ങേന്റെ വിഷ്ണു, ഞാൻ ചക്കരയോട് ചോദിക്കട്ടെ. മോള് വാ. വിറയ്ക്കുന്ന കാലടികളോടെ ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ എന്നെ ചേർത്തിരുത്തി വാത്സല്യത്തോടെ തലയിൽ തലോടി. എന്റെ ഉള്ളിൽ ഒരു മരുഭൂമിയാകുന്നു ഞാൻ അറിഞ്ഞു. ചുട്ടുപഴുത്തു കിടക്കുന്ന ഒരു മരുഭൂമി. രേവുവിന് അവനെ ഇഷ്ടമാണോ? എനിക്കറിയില്ല, തലകുരിച്ച് ഞാൻ പറഞ്ഞു. കുറ്റബോധം എന്നെ കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. മോൾ വിഷമിക്കേണ്ട, അച്ഛൻ പറയുന്ന കേൾക്കൂ. രേവും അവനും രണ്ട് സാഹചര്യങ്ങൾ വളർന്നവരാണ്. ജീവിതം നമ്മൾ കരുതുന്നത് പോലെയല്ല. പ്രണയത്തിന്റെ ആവേശം മാറുമ്പോൾ മുന്നോട്ടു പോകാൻ പെടാപ്പാട് പെടേണ്ടി വരും. അച്ഛന്റെ കുട്ടി രേവുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ചക്കരയുടെ രേവുവിനെ ഞാനും മോളുടെ സ്ഥാനത്താണ് കാണുന്നത്. ആദ്യം കുറച്ച് വിഷമം വരുമെങ്കിലും പിന്നെ അവൾ പൊരുത്തപ്പെട്ടോളും. ശിവൻ ആ കുട്ടിയോട് പ്രണയമൊന്നും കാണില്ല. അങ്ങനെ പ്രണയിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല അവൻ വളർന്നത്. ഇതൊരു ഭ്രമം മാത്രമാണ്. ഒരു പക്ഷേ അവളുടെ സമ്പത്താവാം അവന്റെ നോട്ടം. ഒരിക്കലുമില്ല അച്ഛാ, അയാൾക്ക് പ്രണയിക്കാനറിയാം. കാരണം സ്നേഹത്തിന്റെ വില എന്താണെന്ന് അത് അനുഭവിച്ചറിഞ്ഞവനാണ് ശരിക്കറിയുക. അയാളിലെ സ്നേഹം കാപട്യമില്ല. മറ്റേറെക്കാളും പവിത്രമായ ആ സ്നേഹത്തെ അയാൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്റെ മനസ്സ് നിശബ്ദമായി അച്ഛനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെയും എന്തൊക്കെയോ അച്ഛൻ പറഞ്ഞു. ഞാനൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. മനസ്സ് കൈവിട്ടു പോയിരുന്നു. റൂമിലെത്തുമ്പോൾ കഠിനാധ്വാനം ചെയ്ത പോലെ ക്ഷീണിച്ചിരുന്നു. കുറെ നേരം തലയിൽ മുഖമർത്തി കരഞ്ഞു. അന്ന് ഒറ്റയാനെ വിളിച്ചില്ല, ആഹാരവും കഴിച്ചില്ല. അമ്മ വിളിച്ചപ്പോൾ വിശപ്പില്ലെന്ന് പറഞ്ഞു കിടന്നു. രാത്രിയിൽ എപ്പോഴോ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് അറിഞ്ഞു. കണ്ണു തുറന്നില്ല, ഉറക്കം നടിച്ചു കിടന്നു. രാവിലെ ഉണരുമ്പോൾ മുഖമെല്ലാം വിങ്ങിയിരുന്നു. കണ്ണുകളിൽ ഉറക്കക്ഷീണം വ്യക്തമായിരുന്നു. ഫോൺ എടുത്തപ്പോൾ ശിവേട്ടന്റെ മിസ്ഡ് കോൾ കണ്ടു. 1 മണിക്കും 2 മണിക്കും 3 മണിക്കുമൊക്കെ വിളിച്ചിരിക്കുന്നു. ഫോൺ സൈലന്റ് മോഡിലായതുകൊണ്ട് അറിയാവുന്നതാണ്. പാവം ഉറക്കം വിളച്ച് കാത്തിരുന്നിട്ടുണ്ടാവും. ഡൈനിങ് റൂമിൽ ചെല്ലുമ്പോൾ ഏട്ടനും അച്ഛനുമെല്ലാം കാര്യമായ ചർച്ചയിലാണെന്റെ. ഏട്ടന്റെ മുഖത്ത് അതൃപ്തി തെളിഞ്ഞു കാണുന്നുണ്ട്. എന്നെ കണ്ടതും എല്ലാവരും നിശബ്ദരായി. ചക്കര വരൂ. ഇതെന്താ മുഖമൊക്കെ വിങ്ങിയിരിക്കുന്നേ? ആഹാരം കഴിക്കൂ. ഞാൻ എല്ലാരും നോക്കിയിട്ട് തലകുനിച്ച് കസേരയിലിരുന്നു. ഒരു പ്ലേറ്റ് എടുത്ത് ആഹാരം കഴിക്കാൻ ശ്രമിച്ചു. നീ വിഷമിക്കണ്ട, അമ്മ രേവുവിന്റെ അമ്മയോട് കാര്യം പറയാം. അവൾ അവരെ പറഞ്ഞ് മനസ്സാക്കിക്കോളും. അമ്മയാണ്. വായിൽ നിന്ന് ഇറങ്ങിയില്ല. ആഹാരം തൊണ്ടക്കുഴിൽ കൊടുങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി. വേണ്ട, ഞാൻ അവളോട് പറഞ്ഞോളാം. ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. പിന്നെ കഴിക്കാൻ തോന്നിയില്ല. കണ്ണുറച്ച് റൂമിലേക്ക് പോയി. ഒരുങ്ങി താഴേക്ക് വന്നപ്പോൾ ഏട്ടൻ സംശയത്തോടെ നോക്കി. ഇന്ന് സാരി എടുക്കാൻ പോകുവല്ലേ? പിന്നെ നീ ഇത് എവിടേക്കാ? ഞാൻ രേവുവിനെ കൂടി. എന്തിനും ഏതിനും ഒരു രേവു. അവളാണ് നിന്നെ ഈ പരുവത്തിലാക്കിയത്. വിഷ്ണു, നീ ഒന്ന് അടങ്ങുന്നുണ്ടോ? അവൾ പ്രേമിക്കുന്നതിന് ഭദ്ര എന്ത് പിഴച്ചു? അതൊക്കെ ആ കുട്ടിയുടെ വ്യക്തിപരമായ കാര്യമല്ലേ? രേവു അവളുടെ അടുത്ത കൂട്ടുകാരിയാണ്. അവളെ കൂടി കൂട്ടുന്നതിൽ എന്താണ് തെറ്റ്? ഇനി അവൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ തന്നെ തള്ളിപ്പറയാൻ നമുക്കെന്ത് അവകാശമുള്ളത്? അമ്മ അങ്ങനെ പറഞ്ഞതോടെ ഏട്ടനൊന്നും അടങ്ങി. വായിച്ചുകൊണ്ടിരുന്ന പത്രം വലിച്ചെറിഞ്ഞ് ആള് പോയി. ഞാൻ രേവുവിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. രേവു കുറെ ഒഴിവൊക്കെ പറഞ്ഞുവെങ്കിലും ഞാൻ വിട്ടില്ല. ഒടുവിൽ വരാമെന്ന് സമ്മതിച്ചു. ഞങ്ങൾ ഷോപ്പിലേക്ക് പോകുന്ന വഴിയിൽ അവളെയും കൂട്ടാമെന്ന് തീരുമാനിച്ചു. ഏട്ടന്റെ മുഖത്ത് ഒട്ടും തൃപ്തി കണ്ടില്ല. എല്ലാവരും വലിയ സന്തോഷത്തിലാണ് പുറപ്പെട്ടത്. രേവുവിന്റെ വീട്ടിൽ നിന്ന് അവളെയും കൂട്ടി. അമ്മ ജാനി ആന്റിയോട് എന്തേലും പറയുമോ എന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ നോക്കി ചിരിച്ചതേ ഉള്ളൂ. ഒറ്റയാന്റെ കോളേജ് നേരെ എതിർവശത്താണ് ഷോപ്പ്. കോളേജിനടുത്ത് എത്തിയതും രേവു എന്നെ ഒന്ന് നോണ്ടി. പാവം, കാര്യങ്ങളുടെ കിടപ്പുവശം പുള്ളിക്കാരി ശരിക്ക് പിടികിട്ടിയിട്ടില്ല. എനിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഷോപ്പിന് മുന്നിൽ തന്നെ 6 പാക്കും നാത്തൂനും ഫാമിലിയും കാത്തുനിൽപ്പുണ്ടായിരുന്നു. കൂടെ അപർണയും. രേവുവിനെ കണ്ടതും പാക്ക് ചെറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. രേവു പാക്കിനെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. അപർണ എന്നെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ആ വിഷജന്തു നിന്നെ തന്നെ നോക്കുവാണല്ലോ. രേവുവാണ്. ഞാനൊന്ന് മൂളി. ലക്ഷണം കണ്ടിട്ട് ഇവൾക്ക് വിഷമല്ല, ഷോക്കാ ആവശ്യം. ഷോക്കോ? വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടുപോയി ഷോക്ക് എടുപ്പിക്കണം മോളെ. ഞങ്ങൾ രണ്ടാളും അങ്ങനെ അപർണയ്ക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നിടയിൽ ഏട്ടൻ വന്നത്. അതെ, ആദ്യം ഷർട്ട് എടുക്കാം, എന്നിട്ടാവാം സാരി സെലക്ഷൻ. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഇന്നും ഒന്നും നടക്കില്ല, വിഷ്ണുവേട്ടൻ പറഞ്ഞു. അത് ശരിയാ. നിരഞ്ജന ചേച്ചിയുടെ അമ്മയും അത് ശരിവെച്ചതോടെ എല്ലാവരും ഷർട്ടിന്റെ സെക്ഷനിലേക്ക് നീങ്ങി. ഞങ്ങൾ ഓരോരുത്തരും തുണിക്കടയിലൂടെ നടക്കുമ്പോഴാണ് രേവു എന്നെ വിളിച്ച് പാക്കിനെ ചൂണ്ടിക്കാണിച്ചത്. പാവം പാക്ക് ഓരോ ഷർട്ടിന്റെ അടുത്ത് നിന്ന് നോക്കുന്നുണ്ട്.
ഒരു കയ്യിൽ പ്ലാസ്റ്ററും മറ്റേ കയ്യിൽ ബാൻഡേജും ഇട്ടിരിക്കുന്നത് കൊണ്ട് സെയിൽസ് ഗേളിനെ കൊണ്ട് ഷർട്ട് എടുക്കുന്നേ. അപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. രണ്ടു കൈയും തല്ലി ഓടിച്ചിട്ടും കോഴിത്തരത്തിന് കുറവൊന്നുമില്ല. രേവുവാണ്. ഞാൻ നോക്കുമ്പോൾ ആള് നല്ല കലിപ്പിൽ പാക്കിനെ തന്നെ നോക്കുക. എന്താടി, എന്തു പറ്റി? ഓ ഒന്നുമില്ല. ആ പാക്ക് കണ്ടോ പെണ്ണുങ്ങളോട് കുഴയുന്നത്? ഓ അതാണോ? ആ പാവത്തിന്റെ കൈ ഒടിഞ്ഞിരിക്കുകയല്ലേ, അതാ. ഇതിനെന്താ, ഇങ്ങനെ പെങ്ങളോട് പറഞ്ഞാ പോരെ? അവളുടെ അടുത്ത് കൊടുക്കില്ലേ? അതിനെ കണ്ണിൽ കണ്ട പെണ്ണുങ്ങളോട് കുഴയാൻ നിൽക്കണോ? അങ്ങേര് കുഴയും നിനക്കെന്താ രേവു? ഞാൻ ചിരിയോടെ ചോദിച്ചു. എനിക്കെന്താ, എനിക്കൊന്നുമില്ല. ഇനി അവൾമാരെ കെട്ടിയോന്മാരിൽ നിന്നും കൂടി തല്ല് വാങ്ങിക്കൂട്ടണ്ട എന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. അത് പറയുമ്പോൾ രേവുവിന്റെ കണ്ണുകൾ സിക്സ് പാക്കിൽ തന്നെയായിരുന്നു. ഞാനൊന്ന് അമർത്തി മൂളി. രേവുവിന്റെ മുഖത്ത് നാണം വിരിഞ്ഞു. ആള് തലകുനിച്ച് കളഞ്ഞു. എന്തായാലും പാക്ക് വല്ല പെമ്പിളയുടെ അടുത്ത് അങ്ങനെ ഇപ്പൊ കൊഞ്ചണ്ട. നമുക്ക് പോയി സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്തേ? ഞാൻ പറഞ്ഞിട്ട് രേവുവിനെ നോക്കി. ഏയ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രേവുവിന്റെ മുഖത്ത് ജാളിത തെളിഞ്ഞു. എന്തോ? എങ്ങനെ? ഞാൻ ചിരിയോട് രേവുവിനെ നോക്കി. അവൾ മുഖം താഴ്ത്തി കളഞ്ഞു. പിന്നെ വൈകിയില്ല, നേരെ പാക്കിന്റെ അടുത്തേക്ക് വെച്ച് പിടിച്ചു. ഏതുടുപ്പിട്ടാലും ഈ ഒടിഞ്ഞ കൈ മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. രേവു തുടങ്ങി. ഓ നീ വന്നോ? എന്റെ കൈ ഇങ്ങനെ ഇരുന്നോട്ടെ, ഞാനങ്ങ് സഹിച്ചു. ആ മെറൂൺ കളർ ഷർട്ട് എടുക്കും മനുഷ്യ, അത് ചേരും. പിന്നെ നീ പറയുന്നതല്ലേ ഞാൻ ഇടാൻ പോകുന്നത്. നീ മാറ്. ഭദ്രേ പറയൂ, ഏതാ നല്ലത്? ഇത്ര തല്ല് കിട്ടിയിട്ടും ഭദ്രയോട് ചോദിക്കുന്നത് തീർന്നില്ല. രേവു അരിശത്തോടെ പറഞ്ഞു. ചേട്ടാ, രേവു പറഞ്ഞ കളറാ ചേട്ടന് ചേരുന്നത്. ചേട്ടൻ അവൾ പറയുന്നത് സെലക്ട് ചെയ്യൂ. ഞാൻ ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് വേണം അവളുടെ ആന വന്ന് എന്നെ തല്ലാൻ. എനിക്ക് സ്വന്തമായി ആനയൊന്നുമില്ല മനുഷ്യ. അയാൾ എന്റെ ലവറൊന്നുമല്ല, എന്റെ ബ്രദറിനെ പോലെയാ. അങ്ങനെ വരട്ടെ. അപ്പൊ നിന്റെ അവന്റെ അച്ഛൻ ഒന്നാണല്ലേ? ദേ മനുഷ്യ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അങ്ങേര് തന്നതിന്റെ ബാക്കി നിങ്ങൾക്ക് ഞാൻ തരും, പറഞ്ഞേക്കാം.